buddies, how are you? അപ്പോൾ എല്ലാവർക്കും എൻറോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളെ മൊബൈൽ ഫോൺ വെച്ചിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് തമ്പനെയിൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ തമ്പനെയിൽ എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. തമ്പനെയിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോക്ക് ഒരു ഇമേജ് കണ്ടിട്ട് ആദ്യം ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ ആ ഒരു ഇമേജാണ് ഈ തമ്പനെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് വീഡിയോക്കും നമ്മൾ നല്ല തമ്പനെയിൽ ഇല്ലെങ്കിൽ ആരും ആ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ എത്ര നല്ല വീഡിയോ ക്വാളിറ്റിയിൽ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എത്ര നല്ല കണ്ടന്റ് ആണെങ്കിലും അതിന് നല്ലൊരു തമ്പനെയിൽ ഇല്ലെങ്കിൽ ആരും അത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഹൗ ടു മേക്ക് തമ്പനെയിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ട് അപ്പോൾ ഒരു വീഡിയോക്ക് നല്ല തമ്പനെയിലില്ല, ചില വീഡിയോസിന് നല്ല തമ്പനെയിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല തമ്പനെയിലുള്ള വീഡിയോ എന്തായാലും സെലക്ട് ചെയ്യല് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ വീഡിയോനെ എപ്പം നമ്മൾ തമ്പനെയിൽ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഇതിന് മുമ്പേ ഞാൻ തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനങ്ങനെ വലിയ ക്വാളിറ്റി ഉണ്ടായിട്ട് ആ വീഡിയോക്ക് പിന്നെ അതിൽ അധികം കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് വളരെ പ്രൊഫഷണൽ ആയ തമ്പനെയിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിന്നാണ് നമ്മൾ തമ്പനെയിൽ ഉണ്ടാക്കുന്നത്. ലിങ്ക് ഞാൻ എന്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പിക്സൽ ലാബ് കയറ്റുക, അതിലാണ് നമ്മൾ തമ്പനെയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും ആദ്യം തമ്പനെയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഇമേജസ് നമ്മൾ നല്ലൊരു ഇമേജസ് വെക്കണം അല്ലേ. ഇതാ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോക്ക് സൈഡിൽ നമ്മൾ ടെക്സ്റ്റും ഫോണ്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ തമ്പനെയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യം ഒരു ഇമേജ് എടുക്കണം, ഒരു നല്ലൊരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ നമ്മൾ ഇനി എഡിറ്റ് ചെയ്തിട്ട് വളരെ നല്ലൊരു പ്രൊഫഷണൽ ആയ ഒരു തമ്പനെയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പ് അപ്പോൾ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്. അപ്പോൾ നിങ്ങളെല്ലാവരും വേഗം പോയിട്ട് കയറ്റാം. ഇനി ഈ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ഉണ്ടാവില്ല. ഇതാ ഈ ഒരു ഇൻ്റർഫേസ്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ 3 ഡോട്ട്സ് കാണുന്നില്ലേ. അപ്പോൾ ഈ 3 ഡോട്ട്സ് എടുത്തിട്ട് നമ്മളെ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് തമ്പനെയിൽ ഉണ്ടാക്കേണ്ട ആ ഫോട്ടോ എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തിന്. പിന്നെ നമുക്കിത് ഇവിടെ താഴെയായിട്ട് 16:9 ആസ്പെക്ട് റേഷ്യോ കാണുന്നില്ലേ, അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോ എടുക്കുമ്പം അത് 16:9 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കില്ല, നമ്മുടെ തമ്പനെയിലെ റേഷ്യോയിലായിരിക്കില്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ശരിയാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്രോപ്പിങ്സ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ തമ്പനെയിലെ ഒരു സൈസ് പെർഫെക്റ്റ് ആക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്കൊരു ആഡിൻ്റെ ബട്ടൺ കാണുന്നില്ലേ, ഇതാ അതെടുത്തിട്ട് നമ്മൾ അമർത്തിയിട്ട് ഷേപ്സ് നമ്മൾ 4ാമത്തേത് ഷേപ്സ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഷേപ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് അല്ല ഒരു സർക്കിൾ ഷേപ്പ് കൊടുക്കാം. സർക്കിൾ ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കളറ് നിങ്ങൾ ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിപ്പം ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുന്നു. ഇനി ഇത് നമ്മൾ വലുതാക്കണം. ഇത് നമ്മൾ വലുതാക്കിയിട്ട് ആ ഒരു സൈഡ് ഭാഗത്ത് നമ്മളിങ്ങനെ വെക്കണം. ഇനിയിപ്പം നമ്മൾ കുറച്ച് ഒപ്പാസിറ്റി കുറക്കണം ഇതിൻ്റെ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ സൈഡിലൊക്കെ എഡ്ജിങ് ചെറുങ്ങനെ ഷാർപ്പായ പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഈ തമ്പനെയിൽ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പോകുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറക്കണം. അപ്പോൾ 3ാമത്തെ നമ്മൾ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നില്ലേ, ഒപ്പാസിറ്റി 100% എന്നുള്ളത് നിങ്ങൾ ഒന്ന് കുറച്ച് കുറക്കണം, ഒരു 88% വെക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ലോക്ക് ഇവിടെ ലോക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ലോക്കായി. ഇനി നമ്മളിതിങ്ങനെ തൊട്ടിട്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റുന്നില്ല. ഇനി നമ്മൾ ഒന്നും കൂടി ആഡ് ബട്ടൺ എടുത്തിട്ട് നമ്മൾ ഒരു പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ടെക്സ്റ്റാണ് കൊടുക്കുന്നത് ആ ടെക്സ്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ തമ്പനെയിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം ബാക്കി എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ടെക്സ്റ്റ് കൊടുക്കുന്നിടക്ക് നിങ്ങളിപ്പം എല്ലാം നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും രണ്ടും ഒരുമിച്ചായിട്ട് നിങ്ങൾ ഒരു ടെക്സ്റ്റ് തന്നെ മുഴുവൻ ഉൾപ്പെടുത്തരുത്, എല്ലാം വേറെ വേറെ ആക്കണം. ഇപ്പോൾ ഇംഗ്ലീഷിലെ ഭാഗം ഇപ്പോൾ പ്രൊഫഷണൽ തമ്പനെയിൽ നിന്ന് ഞാനൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഭാഗത്ത് വെക്കുന്നു.
കാരണം നമ്മൾ മലയാളവും ഇംഗ്ലീഷും എല്ലാം ഒരുമിച്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ ആ ടെക്സ്റ്റ് എല്ലാം അങ്ങോട്ട് മലയാളം കുറച്ച് പൊന്തിയിട്ടും നമ്മൾ ഇത് രണ്ടും അടുത്തായ പോലെ ആയിരിക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഒരു ഫോണ്ടിൻ്റെ എൻ്റെ ഇംഗ്ലീഷിൽ എഴുതി ഈ ഒരു പ്രൊഫഷണൽ തമ്പനയിൽ ഈ ഒരു ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ ഒരു കളറ്. അപ്പോൾ ഞാനിത് ഇംഗ്ലീഷിൽ എഴുതിയത് മാത്രം ഇപ്പോൾ എടുക്കുന്നു. ഇപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പം ഈ ഫോണ്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ കുറേ ഫോണ്ടിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പം മലയാളത്തിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളത്തിലാണ് നിങ്ങളെ തമ്പനയിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇത് കൂടുതൽ ഫോണ്ടും വർക്കാവില്ല. അപ്പം നമ്മൾ രണ്ടും ഇംഗ്ലീഷിലെ ഫോണ്ടും നമ്മൾ മലയാളത്തിലെ ഫോണ്ടും രണ്ടിലും വർക്കാവുന്നതാണ് ഈ അമരാന്ത് ബോൾഡ്, പിന്നെ ബ്ലോഗർ സാൻസ് ബോൾഡ്, അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ട്. സോ അപ്പം ഞാനിപ്പോൾ അമരാന്ത് ബോൾഡ് എടുക്കുന്നത്, അതാണ് ഇപ്പം കുറച്ച് എനിക്ക് നല്ലതായി തോന്നുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് കുറച്ച് സൈസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഞാനിപ്പോൾ ഇത് വെക്കുന്നത് പ്രൊഫഷണൽ തമ്പനയിൽ. ഇനി നമ്മൾ ഇതിന് താഴെയായിട്ട് നമ്മൾ മലയാളം കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിന് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടാവും, നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ ഒന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടാവും, അതൊന്ന് ഇനേബിൾ ചെയ്യാം. എന്നിട്ട് സ്ട്രോക്ക് എടുത്തൊരു 6-ലാക്കാം. അപ്പോൾ നമ്മൾ അതിനൊരു ഔട്ട്ലൈൻ വരും. ഓക്കെ, ഇനി നമ്മളൊരു പുതിയൊരു ടെക്സ്റ്റ് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ മലയാളത്തിൽ, അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ എങ്ങനെയെന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെ പ്രൊഫഷണൽ തമ്പനയിൽ. അപ്പോൾ നിങ്ങൾ എന്താ ഫോണ്ട്, നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റാണോ കൊടുക്കേണ്ടത് അതൊന്ന് നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എങ്ങനെയെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് നേരത്തെ പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കളറും എല്ലാം ഒരേപോലെ തന്നെ ആക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വേറെതും മറ്റൊന്ന് വേറെ ആയിട്ട് പോലെ അങ്ങനെ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഒരേ കളർ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഫോണ്ട് നമ്മൾ അമരാന്ത് ബോൾഡ്, നമ്മൾ മലയാളത്തിൽ അമരാന്ത് ബോൾഡ് വർക്കാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വർക്കാവുന്നില്ല. നമ്മൾ ഇതൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ട് വർക്കാവുന്നതായിരിക്കില്ല. അതുകൊണ്ട് അമരാന്ത് ബോൾഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു സൈസിൽ വെക്കുന്നു. ഇനിയിപ്പം നമുക്ക് ഇപ്പം തന്നെ ഒരു പ്രൊഫഷണൽ തമ്പനയിൽ പോലെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് സ്ട്രോക്ക് ഒന്നും കൂടി ഇതിനും ഇനേബിൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ട്രോക്ക് വിടുത്ത് 6 ആക്കാം. ഇനി നമ്മൾ സ്ട്രോക്ക് വിടുത്ത് 6 ആക്കിയതിന് ശേഷം ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാനിരുത്. പൊസിഷൻ എടുത്തിട്ട് നമ്മൾ മൂവ് ബൈ 6px എന്നുള്ളത് ഒരു 3px ആക്കിയിട്ട് ഇനി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെക്കണം. ഓക്കെ, ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നിർമ്മിക്കാൻ അതിന് താഴെയുള്ള ഒരു മലയാളം ഫോണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് മുകളിലോട്ടേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, അതൊക്കെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങളെ ഫോണിൽ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമ്മളിതാ ഈ ഒരു പുതിയൊരു ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ, ഓക്കെ, അതൊക്കെ ഞാൻ ഇപ്പോൾ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം. ഞാനിത് കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റാണ് കൊടുക്കണം ആ ടെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ എങ്ങനെ തമ്പനയിൽ നിർമ്മിക്കാമെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നിർമ്മിക്കാമെന്നില്ലടത്തും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കളർ ആദ്യം യെല്ലോ കളറാക്കാം. ഓക്കെ, എല്ലാം ഒരേ മാച്ചിങ് കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഉണ്ടാവില്ല. ഓക്കെ, യെല്ലോ കളറാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഞാൻ പറഞ്ഞിട്ടേ. പിന്നെ AB ഫോൺസ് എടുത്തിട്ട് നമ്മൾ അമരാന്ത് ബോൾഡ്, ഓക്കെ, അമരാന്ത് ബോൾഡ് എടുത്തിട്ട് നമ്മളിത് കുറച്ച് ചെറുതാക്കണം. ഇനി നിങ്ങൾക്ക് അഥവാ ഇപ്പം ഇതിന് മുകളിൽ ഇപ്പം ഫോൺസൊക്കെ എനിക്ക് ലോക്ക് ചെയ്യണം. ഓക്കെ, അതൊക്കെ അറിയാണ്ട് അമർന്ന് പോയിട്ട് അത് പോകണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അത് അമർത്തിയാൽ നമുക്കത് വർക്കാവുന്നതായിരിക്കില്ല. ഇനിയിപ്പോൾ ഇതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സ്ട്രോക്ക് ഇനേബിൾ ചെയ്യണം. സോ സ്ട്രോക്ക് നമ്മൾ എടുക്കണം. സ്ട്രോക്ക് ഇനേബിൾ ചെയ്യാം. സ്ട്രോക്ക് വിടുത്ത് 6. ഇതും നമ്മൾ അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ പൊസിഷനിൽ മൂവ് ബൈ 4px എടുത്തിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കുറച്ച് സ്പേസ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ സ്പേസിൽ ഞാനൊന്ന് ഇംഗ്ലീഷിൽ വെരി സിമ്പിൾ എന്ന് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ടെക്സ്റ്റ് കൊടുക്കണം. അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ വീഡിയോസ് ക്ലിക്ക് ചെയ്യാനുള്ളത് നല്ല ടെക്സ്റ്റ് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ വെരി സിമ്പിൾ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം വെരി സിമ്പിൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ പ്രൊഫഷണൽ തമ്പനയിൽ നിർമ്മിക്കാം, വെരി സിമ്പിൾ. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ബോറാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത് ഞാനിപ്പോൾ കുറേ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായില്ല, ഈ ഭാഗം വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. അപ്പം AB ഫോൺസ് എടുത്തിട്ട് നമ്മൾ അമരാന്ത് ബോൾഡ് തന്നെ എടുക്കാം.
അതുപോലെ തന്നെ സ്ട്രോക്ക് ചെയ്താക്കാം. ഇപ്പം നിങ്ങൾക്കൊരു തമ്പനയിൽ ഒരു ടച്ച് മനസ്സിലായില്ലേ, എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു തമ്പനയിൽ ഉണ്ടാക്കുക. അപ്പം ഇത് എൻ്റെ ഒരു ഐഡിയ ആണ്. ഓക്കെ, ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സർക്കിൾ നമ്മൊരു റെഡ് കളർ ബ്ലൂ കളർ ഇത് വെച്ച് ഒപ്പാസിറ്റി ഒക്കെ കുറച്ചിട്ട് നമുക്ക് നല്ലൊരു തമ്പനയിൽ ഉണ്ടാക്കാം. ഇനിയിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിന് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇനേബിൾ ചെയ്യാം, ഒന്ന് നിങ്ങൾക്കൊരു വ്യത്യാസം വരാൻ. അപ്പോൾ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു നല്ല തമ്പനയിൽ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഗാലറിയിൽ നിന്ന് യൂട്യൂബിന് ഒരു PNG എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ഇതാ ഓക്കെ, ഞാനിപ്പം വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു PNG യൂട്യൂബിൽ നിന്ന് ഒരു ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു PNG ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഇമേജ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ തമ്പനയിൽ ഉണ്ടാക്കൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ ഒന്ന് കുറച്ച് മുകളിലോട്ടേക്ക് ആക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു പ്രൊഫഷണൽ തമ്പനയിൽ ഉണ്ടാക്കൽ. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിക്സൽ ലാബിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് എന്തായാലും കയറ്റാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് അമർത്തിയിട്ട് നമ്മൾ സേവ് ചെയ്യാനാണ്. ഇത് സേവ് എസ് ഗാലറി, സേവ് ടു ഗാലറി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സേവ് ആവുന്നതാണ്. സോ ബഡീസ്, അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ യൂട്യൂബ് വീഡിയോസിന് തമ്പനയിൽ ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പിക്സൽ ലാബിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് മീ ഷാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.